ഇക്കഴിഞ്ഞ ബുധനാഴ്ച നാറ്റോ പാർലമെന്റ് അസംബ്ലിയിൽ ഒരു പ്രമേയം പാസായി. പ്രമേയം ഇതാണ്: അമേരിക്കയുടെ മാത്രം കൈവശമുള്ള കപ്പലുകളിൽ നിന്നും വിനിയോഗിക്കാൻ കഴിയുന്ന 1000 മുതൽ 5500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ടോമോഹോക്ക് എന്ന മിസൈലുകൾ ഉടൻ ഉക്രൈനിന് കൈമാറണം എന്നാണ് നാറ്റോയുടെ ആവശ്യം. നമുക്കാദ്യം എന്താണ് ടോമോഹോക്ക് മിസൈലുകൾ എന്ന് ചെറുതായി ഒന്ന് വിവരിക്കാം. ശേഷം നമുക്ക് നാറ്റോയുടെ അഭ്യർത്ഥനയ്ക്ക് പിന്നിലെ കാര്യവും ചർച്ച ചെയ്യാം. അമേരിക്കൻ നേവിയുടെ യുദ്ധക്കപ്പലുകളിൽ നിന്നാണ് ഈ മിസൈലുകൾ കൂടുതലായും അവർ തൊടുക്കാറുള്ളതെങ്കിലും അത്യപൂർവമായി പ്രത്യേക ലോഞ്ചർ സംവിധാനങ്ങളിൽ നിന്നും കരയിൽ നിന്നും ഇവ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിക്ഷേപിക്കുമ്പോൾ പോലും ഈ മിസൈലുകൾ തൊടുക്കാൻ ശേഷിയുള്ള ഒരേ ഒരു ഭൂഗർഭ ലോഞ്ചർ സംവിധാനങ്ങളായ MK-17 MRC ടൈഫോണും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവ രണ്ടും MK-41 എന്ന കപ്പൽ വിക്ഷേപണ സംവിധാനത്തെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്. ഈ കപ്പലിൽ വെച്ചായിരിക്കും ഇതിൻ്റെ എല്ലാം നിയന്ത്രണങ്ങളും ഉണ്ടാവുക. അമേരിക്കൻ നേവിയും റോയൽ നേവിയും കപ്പലിലും അന്തർവാഹിനിയിലും ഈ മിസൈലുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുന്ന ജെറ്റ് പവർ സബ്സോണിക് ക്രൂയിസ് മിസൈൽ കൂടിയാണ് ഇത്. 1970കളിലാണ് ഇതിൻ്റെ ആദ്യ പതിപ്പ് അമേരിക്ക പുറത്തിറക്കിയത്. ഇതിൻ്റെ മോഡുലാർ ഡിസൈനിൽ ഉയർന്ന സ്ഫോടക വസ്തുക്കൾ, ബങ്കർ ബസ്റ്ററുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി വാർ ഹെഡുകളായിരിക്കും യോജിച്ചിരിക്കുക. GPS, ഇനീഷ്യൽ നാവിഗേഷൻ, ടെറൈൻ കോണ്ടൂർ മാച്ചിങ് എന്നിവയുൾപ്പെടെ വിവിധ മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ ടോമോഹോക്കിന് ഉപയോഗിക്കാനാകും. പരമ്പരാഗതവും ആണവായുധങ്ങളുമുള്ള എയർ, സബ്, ഗ്രൗണ്ട് ലോഞ്ച് കോൺഫിഗറേഷനുകളിൽ ഉൾപ്പെടെയുള്ള രൂപകൽപ്പനയ്ക്ക് ശേഷം ഒരു ഡസനിലധികം ഈ മിസൈലിൻ്റെ വകഭേദങ്ങൾ, നവീകരിച്ച പതിപ്പുകൾ ഈ മിസൈലിൻ്റെ പേരിൽ അമേരിക്ക വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നാറ്റോ ഈ മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈനെ അനുവദിക്കണമെന്നും ഈ മിസൈലുകൾ ഉക്രൈന് കൈമാറണമെന്നും ആവശ്യപ്പെട്ടതിന് പിന്നിൽ ഈ സംഘർഷം ഒരിക്കലും അവസാനിക്കരുത് എന്നും അധികാരത്തിൽ ഏറാൻ പോകുന്ന ട്രംപിനെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളിൽ കുരുക്കിയിടുക എന്ന കൃത്യമായ അജണ്ടയും ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ ടോമഹോക്ക് മിസൈലുകൾ അമേരിക്ക കൂടുതലായൊന്നും വികസിപ്പിച്ചിട്ടില്ല എന്നതും മറ്റു രാജ്യങ്ങൾക്ക് ഇവ കൈമാറിയിട്ടില്ല എന്നതുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഉക്രൈന് ഈ മിസൈലുകൾ കൈമാറുകയാണെങ്കിൽ ഇത് വിക്ഷേപിക്കുന്ന എഞ്ചിനീയർമാരും ടെക്നീഷ്യന്മാരും അമേരിക്കയിൽ നിന്ന് തന്നെ വരേണ്ടി വരും. നേരത്തെ പുടിൻ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: പാശ്ചാത്യ രാജ്യങ്ങളുടെ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ തന്നെ നേരിട്ടുള്ള പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ്. അത് ഞങ്ങൾക്കറിയാം. അതിനാൽ ആ രാജ്യം തന്നെയാണ് തങ്ങളുടെ രാജ്യക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. ഈ മിസൈലിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാവും സംഭവിക്കുക. അങ്ങനെ വന്നാൽ വിഷയം കൂടുതൽ സങ്കീർണമാകും. അമേരിക്കയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകും. ഭാവിയിലെ ഏത് സമാധാന ചർച്ചകളും, പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ളവ പിന്തുടരാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാക്കുന്ന ഗൂഢമായ അജണ്ടയാണ് നാറ്റോയെ മുൻനിർത്തി ബൈഡൻ ഭരണകൂടം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയൊരു പക്ഷേ ഈ മിസൈൽ നൽകുന്നില്ലെങ്കിൽ 1000 കിലോമീറ്റർ ദൂരപരിധിയുള്ളതും F-16 യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിന്യസിക്കാവുന്നതുമായ ജാസം ER എയർ ലോഞ്ച്ഡ് മിസൈലുകൾ നൽകുന്നതും അമേരിക്കയുടെ പരിഗണനയിലുണ്ടത്രേ. അമേരിക്ക ഏത് ആയുധങ്ങൾ നൽകിയാലും അവ പ്രവർത്തിപ്പിക്കുക അമേരിക്കയുടെ സാങ്കേതിക വിദഗ്ധർ തന്നെയാകും. കാരണം ഒരു രാജ്യവും, പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള രാജ്യം, അവരുടെ ഏതൊരു സംവിധാനത്തിൻ്റെയും രഹസ്യ സ്വഭാവം അത് കൃത്യമായിട്ട് തന്നെ സൂക്ഷിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് അംഗരാജ്യമാണെങ്കിലും ഏത് സൗഹൃദമാണെങ്കിലും അവർ നൽകുന്ന ആയുധങ്ങളുടെ ഏറ്റവും കൂടിയ വേർഷൻ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന നിലയിലുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ആ രാജ്യങ്ങൾക്ക് അവർ പറഞ്ഞു കൊടുക്കാറില്ല. അവർ കൈമാറും. അതിന് ടെക്നീഷ്യന്മാരെയും അവർ പറഞ്ഞയക്കുകയാണ് സ്വാഭാവികമായിട്ടും ചെയ്യുന്നത്. അത് റഷ്യ അമേരിക്ക നേരിട്ടുള്ള സംഘർഷത്തിലേക്ക്, അഥവാ ഇത്തരത്തിൽ അമേരിക്ക ആയുധങ്ങൾ നൽകുകയും അവരുടെ ടെക്നീഷ്യന്മാരെ പറഞ്ഞയക്കുകയും ചെയ്താൽ റഷ്യയുമായി അമേരിക്ക നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നതാണ്. അതുകൊണ്ട് തന്നെ നാറ്റോയുടെ പ്രസ്താവനയുടെയും ചർച്ചയുടെയും ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവരിപ്പോഴും ബോധവാന്മാർ അല്ല എന്നാണ് റഷ്യ ഇതിന് മറുപടി നൽകിയിരിക്കുന്നത്. അമേരിക്ക ആയുധം നൽകിയാൽ ഉറപ്പായും റഷ്യൻ പ്രതിരോധത്തിൻ്റെയും മറുപടിയുടെയും പുതിയ വകഭേദങ്ങൾ കാണാൻ സാധിക്കും എന്നതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുക.